കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മനസ്സിൻ്റെ ചലനങ്ങൾ മനസ്സിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചൊരു ഏകദേശ ജനറലായിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് യോഗയിലൂടെ നോക്കാം. യോഗ പലതരത്തിലുണ്ട്, പക്ഷേ ഞാൻ ജനറലായിട്ട് എടുക്കുകയാണ് ഒരു യോഗ. അപ്പം മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ മനസ്സെന്ന് പറയുന്നത് നമുക്ക് പിടിക്കാൻ കഴിയാത്ത, ഒരു ടച്ച് ചെയ്യാൻ കഴിയാത്ത, നമ്മുടെ നിയന്ത്രണത്തിൽ വരാത്ത ഒരു അദൃശ്യ ഒരു ശക്തിയാണ്, അദൃശ്യമായ ഒരു വസ്തുവാണ്, ഒരു മെഷീനാണെന്ന് പറയാം. നമുക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല. ഒരു തരത്തിലും അത് നമ്മളുമായിട്ട് വഴങ്ങില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഒക്കെ നോക്കിയാൽ അറിയാം, മനസ്സ് അതിൻ്റേതായ ഓരോ സാഹചര്യത്തിലും അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ പ്രവർത്തിപ്പിക്കുകയാണ് അത്, ആ മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, സാധ്യമല്ല. കാരണം എന്താ? ഇത്രയും കാലമായിട്ട് ഈ മെഷീൻ നിങ്ങളെ ഉപയോഗിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ വിചാരിച്ചിട്ട് വേണം ഇനി മനസ്സ് നടക്കാനായിട്ട്. അത് നടക്കില്ല. അതിനാണ് നമ്മൾ പ്രാക്ടീസ് എന്ന് പറയും, പരിശീലനം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനേക്കാൾ ഉപരി ഈ മനസ്സിനെ ഏകദേശമെങ്കിലും മനസ്സിൻ്റെ പ്രവർത്തനം അറിഞ്ഞാൽ എന്താണ് നമുക്ക് വ്യത്യാസം വരുന്നതും കൂടെ ഒന്ന് നോക്കാം. ഈ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഈ മനസ്സ് പല വിഷയങ്ങളും കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഗുണമുള്ളതുണ്ട്, ദോഷമുള്ളതുണ്ട്. അപ്പോൾ ദോഷമുള്ളത് വരുമ്പോഴാണ് നമുക്ക് വിചാരിക്കും നമ്മുടെ ജീവിതം ശരിയായ രീതിയിലല്ല പോകുന്നത്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് മനുഷ്യരായിട്ടും, അല്ലെ നമുക്ക് നമ്മളോട് തന്നെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പം മനസ്സ് അതിൻ്റെതായ വഴിയിലൂടെയാണ് പോകുന്നത്. മനസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, മനസ്സിൽ വരുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്, ഏത് വിഷയങ്ങൾ കൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത് അല്ലെങ്കിൽ സന്തോഷം വരുന്നത് എന്നറിയാൻ കഴിയും. ഇതാണ് മനസ്സിനെ നിരീക്ഷിച്ചാലുള്ള നമുക്ക് അറിയുന്ന ഒരു ഗുണം. അപ്പം മനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ശരീരം സ്വസ്ഥമായാണ് ഇരിക്കുന്നത് എന്ന് നോക്കണം. ശരീരം സ്വസ്ഥമായി ഇരിക്കുകയാണെങ്കിൽ മാത്രമേ മനസ്സും സ്വസ്ഥമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പല വിഷയങ്ങളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുകയാണെങ്കിലും വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും, ഇവിടെയെല്ലാം മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മനസ്സിൻ്റെ പ്രവർത്തനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയാം. അതാണ് ശരി. അപ്പം നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുക, നമ്മുടെ ശരീരത്തെ ഒന്ന് ഇരുത്തുക. അപ്പോൾ ശരീരം ഇരുന്ന് കഴിയുമ്പോൾ മനസ്സും മെല്ലെ ഇരിക്കും. ഇത് മെല്ലെ സംഭവിക്കുള്ളൂ, ഒരു ദിവസം കൊണ്ടൊന്നും സാധ്യമല്ല. എന്നാലും നമ്മൾ എന്തുമാത്രം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ഇരിക്കും. അപ്പം ശരീരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്ന് ഇരിക്കില്ല. അതിന് നമ്മൾ പ്രിപ്പറേഷൻ വേണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് പോലും ഒരു സ്ഥിതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ വേദനിക്കും. അപ്പോൾ അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അവിടെ വേദനിക്കും. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റിൽ ഒരു 10-20 പ്രാവശ്യമെങ്കിലും ശരീരത്തെ മൂവ് ചെയ്യും. ഇപ്പോൾ ശരീരത്തെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ചലനങ്ങളിലും മനസ്സിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. നമ്മളത് അറിയുന്നില്ലെങ്കിൽ പോലും, അറിഞ്ഞിട്ടാണെങ്കിലും മനസ്സെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇരിക്കുന്ന ആൾ കൈ ഒന്ന് പുറകോട്ട് കുത്തുമ്പോൾ മെല്ലെ വെക്കുമ്പോൾ, അപ്പോൾ കൈക്കുള്ളിൽ എന്തെങ്കിലും ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലേ? അറിയും. അത് മനസ്സ് പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശ്വസനം ശരിയായില്ലെങ്കിലോ അപ്പോഴും മനസ്സ് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ഒന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 16 മിനിറ്റെങ്കിലും വെറുതെ ഇരുത്താൻ കഴിയണം. വെറുതെ ഇരിക്കുക ശാന്തമായി. അങ്ങനെ പോലും നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് ശരിയായ രീതിയിലല്ലെന്ന് പറയാൻ അവിടെ എല്ലാം ഒരു വേദന അല്ലെങ്കിൽ ഒരു വിഷമം, അസ്വസ്ഥതയൊക്കെ നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്നുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ മാറുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ രക്തചംക്രമണ വ്യവസ്ഥ പൂർണ്ണമായിട്ടും ശരിയായ വ്യവസ്ഥയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മളതിന് ആസനങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം.
ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ശരീരത്തിന് എക്സസൈസിലൂടെ രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ കൊണ്ടുപോകണം. ഇതാണ്. അപ്പം ശരീരത്തെ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ആസനങ്ങൾ ചെയ്യണം. ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനെ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്ന കുറച്ച് എക്സസൈസാണ്. അത് നമ്മൾ ഓരോ ദിവസവും പരിശീലിക്കണം. അതിന് നമ്മൾ ഫിസിക്കലായിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഒരു ഗുരുവിനെ കണ്ട്, ഒരു ടീച്ചറിനെ കണ്ട് നമുക്ക് വേണ്ട വിഷയങ്ങൾ അവരോട് ചോദിച്ച് അറിഞ്ഞ് പഠിക്കുന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ ആദ്യം ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ മെല്ലെ നമ്മുടെ ശരീരത്തെ ഒരു 10-15 മിനിറ്റെങ്കിലും ഇരുത്താൻ കഴിയുക. അതിനുശേഷം അപ്പോൾ തന്നെ മനസ്സിന് മനസ്സിലാവും ശരീരത്തിൻ്റെ കോശങ്ങളിൽ ഓരോ ബോധത്തിലും ശരീരത്തിലെ കോശങ്ങളിൽ തിരിച്ചറിയും നമ്മൾ സുഖമായിട്ടിരിക്കുവാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേദനയുണ്ട്. ഈ വേദനയെല്ലാം ഒരു സമാധാനത്തിലേക്കുള്ളൊരു വഴിയാണ്, നമ്മുടെ സ്വസ്ഥതയിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അല്ല ഒരു ദിവസം ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ നാളെ ഞാനില്ല, എനിക്ക് ശരീരവേദനയാണെന്ന് പറഞ്ഞാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇത് സഹിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കണം. ശരീരത്തിൻ്റെ വേദനയെ സഹിക്കാനുള്ളൊരു മനസ്സും അതിലൂടെ നമ്മളൊരു ശാന്തിയിലേക്കുള്ളൊരു യാത്രയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആർക്കാണ് ഗുണം? നമുക്ക് തന്നെയാണ് ഗുണം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ അവസാനം മനസ്സിൻ്റെ നിയന്ത്രണം അല്ല മനസ്സിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിനൊരു സാധന എന്ന് പറയാം. സ്ഥിരമായിട്ട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ഏകദേശമെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരു ഗുണമായിട്ട് മാറുകയുള്ളൂ.